നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ലഭിക്കുന്ന മഹത്വങ്ങളെ കുറിച്ചാണ്. അൽ ബഖറ സൂറത്തിലെ 255 ആയത്താണ്. അത് നാം നിത്യം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മഹത്വങ്ങൾ ലഭിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തുൽ കുർസിയെ സംബന്ധിച്ച് ഹദീസുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രവുമുണ്ട്, ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഏത് ചരിത്രമാണ്? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പറയാൻ പോകുന്നത് ആയത്തുൽ കുർസി, അതിന്റെ മഹത്വത്തെക്കുറിച്ചാണ്. അൽ ബഖറ സൂറത്തിലെ 255 ആയത്താണ് ആയത്തുൽ കുർസി. വലിയ ശ്രേഷ്ഠതയുള്ള, വലിയ മഹത്വമുള്ള ആയത്താണ്. മഹാനായ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അതദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅളം. അള്ളാന്റെ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ആയത്തുണ്ട്, അത് ഏതാണെന്ന് അറിയുമോ എന്ന് മഹാനായ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. ആ സമയത്ത് മഹാനവർകൾ ആയത്തുൽ കുർസി പാരായണം ചെയ്തു കൊടുത്തു. അപ്പോൾ ആയത്തുൽ കുർസി വലിയ മഹത്വമുള്ള ആയത്താണ്. നമ്മുടെ പ്രഭാതത്തിലും നമ്മുടെ പ്രദോഷത്തിലൊക്കെ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റിയ വലിയ മഹത്വമുള്ള ആയത്താണ്. നമുക്ക് ജീവിതത്തിൽ വലിയ സംരക്ഷണം, ജിന്നിയായ, പൈശാചികമായ, ഇൻസിയായ എല്ലാ ഷർറുകളിൽ നിന്നും നമുക്ക് സംരക്ഷണമേകുന്ന ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. അത് നാം ജീവിതത്തിൽ നിത്യമാക്കേണ്ടതുണ്ട്. നമുക്ക് വലിയ വിജയം അതുകൊണ്ട് കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ആയത്തുൽ കുർസി പാരായണം ചെയ്ത വലിയ മഹത്വമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. മഹാനവറുകൾ പറയുകയാണ്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളി സകാത്തി റമളാന. ഫിത്ർ സക്കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി എന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു. ആ സമയത്ത് രാത്രി ഒരാൾ വന്നുകൊണ്ട് ആ ഫിത്ർ സക്കാത്തിനെ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ആ വ്യക്തിയെ ഞാൻ പിടികൂടിയിട്ട് അന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഹാജരാക്കുമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി മുഹ്താജുൻ വ അലയ്യ ഇയാലുൻ വലി ഹാജത്തുൻ ഷദീദ. എനിക്ക് കുടുംബക്കാരുണ്ട്, എനിക്ക് മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, അവരൊക്കെ വലിയ പട്ടിണിയിലാണ്, വലിയ പ്രയാസത്തിലാണ്. നിങ്ങൾ എന്നെ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഹാജരാക്കരുത് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. എനിക്കൊരുപാട് ആവശ്യം ഇതിനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മോഷ്ടിക്കാൻ ശ്രമിച്ചത് എന്ന് സങ്കടം പറഞ്ഞപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്തായി? അലിവ് തോന്നി, കരുണ തോന്നിയിട്ട് എന്തായി? മഹാനവറുകൾ ഫഖല്ലൈതു, മഹാനവറുകൾ എന്തായി? വിട്ടയച്ചു. ഫഅസ്ബഹ്തു, അങ്ങനെ പ്രഭാതമായപ്പോൾ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ അബൂ ഹുറൈറ, ഓ അബൂ ഹുറൈറ, മാ ഫഅല അസീറുകൽ ബാരിഹത, നീ ഇന്നലെ പിടികൂടിയ ആ ആളെ നീ എന്ത് ചെയ്തു? അപ്പൊ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഹബീബായ തങ്ങളെ, ആ വ്യക്തി ഇങ്ങനെ എന്നോട് സങ്കടം പറഞ്ഞപ്പോ, എന്നോട് പട്ടിണിയും പ്രയാസവും പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് കരുണ തോന്നിയിട്ട് വിട്ടയച്ചു നബിയെ. ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു ഖദ് കദബക്, അവൻ പറഞ്ഞത് കളവാണ്. വസയഊദ്, അവനെന്താവും? ഇനിയും മടങ്ങി വരും, നീ സൂക്ഷിച്ചോ. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും മടങ്ങി വരും എന്ന് പറഞ്ഞാണല്ലോ, നബിത്തങ്ങളാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് വരുമല്ലോ. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ രണ്ടാമത്തെ ദിവസം രാത്രി ഈ മനുഷ്യൻ ഈ സക്കാത്തുൽ ഫിത്ർ സക്കാത്ത് മോഷ്ടിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടികൂടിയിട്ട് പറഞ്ഞു, എന്നെ ഇന്ന് എന്തായാലും റസൂലുള്ളാഹിന്റെ അടുക്കൽ ഹാജരാക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ മനുഷ്യൻ എന്തായി? അപ്പോഴും ഇങ്ങനെ പട്ടിണിയും പ്രയാസവും പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്തായി? കരുണ തോന്നിയിട്ട് എന്തായി? ഫഖല്ലൈതു സബീല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്തായി? അദ്ദേഹത്തെ വിട്ടയച്ചു. ഫഅസ്ബഹ്തു, അങ്ങനെ പ്രഭാതമായപ്പോൾ നബി തങ്ങൾ ഫഖാലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ അബൂ ഹുറൈറ, ഓ അബൂ ഹുറൈറ, മാ ഫഅല അസീറുക, നീ ഇന്നലെ പിടികൂടിയ ആളെ നീ എന്ത് ചെയ്തു അബൂ ഹുറൈറ? ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ശകാ ഹാജത്തൻ ഷദീദത്തൻ വ ഇയാലൻ, അവനെന്തായി? എന്നോട് ഒരുപാട് ഇങ്ങനെ പട്ടിണിയും പ്രയാസങ്ങളും പറഞ്ഞപ്പോ ഞാൻ എന്തായി? ഫറഹിംതുഹു ഫഖല്ലൈതു സബീല, എനിക്ക് കരുണ തോന്നിയിട്ട് ഞാൻ അദ്ദേഹത്തെ വിട്ടയച്ചു നബിയെ. ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തു, അമാ ഇന്നഹു ഖദ് കദബക് വസയഊദ്, അവൻ പറഞ്ഞത് കളവാണ്, ഇനിയോ മടങ്ങി വരും, ഇനിയോ അവനെന്താവും? മടങ്ങി വരും. അങ്ങനെ അന്ന് രാത്രി മൂന്നാമത്തെ ദിവസവും ഈ ആള് മടങ്ങി വരികയാണ്.
എന്നിട്ട് ഫിത്ർ സക്കാത്ത് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് എന്തായി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടികൂടിയിട്ട് പറയും, ഇന്ന് അനക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ല, ഇന്ന് യാതൊരു വിട്ടുവീഴ്ചയില്ല, ഇന്ന് എന്തായാലും റസൂലുള്ളാഹിന്റെ അടുക്കൽ ഹാജരാക്കും. ആ സമയത്ത് ആ വന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഒരു അറിവ് പഠിപ്പിച്ചു തരാം, എന്നെ വിട്ടയക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അറിവ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല കുറച്ച് കലിമത്തുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വലിയൊരു കരിമത്ത്. അപ്പൊ ഉറകളിയുള്ളവനാണ് ഇൽമു പഠിക്കാനുള്ള ദാഹം കൊണ്ടെന്തായി, എന്നാ എന്ന് പറഞ്ഞു. അപ്പോ വന്ന ആള് പറഞ്ഞു കൊടുത്തു, ഇതാ അവൈത ഇലാ ഫിറാഷിക്ക, നിങ്ങൾ വിരിപ്പിലേക്ക് കിടന്നുറങ്ങാൻ വേണ്ടി ചെല്ലുകയാണെങ്കിൽ ഫക്ര ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി എന്ത് ചെയ്യാ, പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു അറിവ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പറയാൻ ഫഇന്നക ലം യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ, അതെന്താവും, നിങ്ങൾക്ക് വലിയ സംരക്ഷണമാണ്, അള്ളാഹു എന്താവും നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ ഓതിയിട്ട് ആയത്തിനെ കുറിച്ച് പാരായണം ചെയ്ത് നിങ്ങൾ കടന്നാൽ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു പ്രത്യേക മലക്കുകൾ എന്താവും നിയോഗിക്കുമെന്ന്. നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും ഉണ്ടാകുമെന്ന് ആ വന്ന വ്യക്തി പറഞ്ഞു കൊടുക്കാണ്. വലാ യഖറബന്നക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ്, പ്രഭാതം വരെ നിങ്ങളുടെ അടുക്കലേക്ക് എന്താവൂല, ഒരു പിശാചും അടുക്കൂല, ഒരു പിശാചും നിങ്ങളുടെ അടുക്കലേക്ക് എന്താവൂല, പ്രഭാതം വരെ അടുക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്ത് കിടന്നുറങ്ങുക എന്നുള്ള ഒരു അറിവ് പറഞ്ഞു കൊടുത്തപ്പോ എന്തായി, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫഖല്ലൈതു സബീല, വിട്ടയക്കാണ്. ഫഅസ്ബഹതു, അങ്ങനെ പ്രഭാതമായപ്പോൾ ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിച്ചു, മാ ഫഅല അസ്വറുകൽ ബാരിഹത, നീ ഇന്നലെ പിടികൂടിയ ആളെ എന്ത് ചെയ്തു? യാ റസൂലല്ലാഹ്, എനിക്കിങ്ങനെ ഒരു അറിവ് പഠിപ്പിച്ചു തന്നപ്പോ, എനിക്കിങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചു തന്നപ്പോ എന്തായി, ഞാൻ വിട്ടയച്ചു നബിയെ. ആയത്തിൽ കുറിച്ച് ഓതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, അവിടെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നബി തങ്ങളോട്. അപ്പൊ ഞാൻ വിട്ടയച്ചു നബിയെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖ്ത, അവൻ പറഞ്ഞത് എന്താണ്, പറഞ്ഞത് സത്യമാണ്. വഹു കദൂബൻ, അവൻ നുണയനാണ്. പറഞ്ഞ കാര്യം സത്യമാണ്, പക്ഷെ അവൻ നുണയനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, യാ അബൂ ഹുറൈറ, അത് ആരാന്നറിയോ, ആ ഒന്നാൾ ആരാന്നറിയോ, അത് ഷൈത്വാനിൻ, അത് ഷൈത്താനാണ്. ആ ഒന്നാള്, ആ വന്ന മോഷ്ടിക്കാൻ വന്ന ആള് പിശാചാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആയത്തുൽ കുർസി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ പാരായണം ചെയ്താൽ നമുക്ക് വലിയ സംരക്ഷണം ഉണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന്, ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി എന്ത് ചെയ്യുക, നമ്മൾ പാരായണം ചെയ്യുക, വലിയ ഗുണം അതുകൊണ്ട് ലഭ്യമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മൾ നിസ്കാര ശേഷം, എല്ലാ 5 വക്ത് ഫർദ് നിസ്കാര ശേഷമൊക്കെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, വലിയ പുണ്യമുണ്ട്, അതിന് വലിയ മഹത്വമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ ആയത്തുൽ കുർസി ഫി ദുബരി കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ എന്ത് ചെയ്യുക, ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്, നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ മരണമല്ലാതൊരു തടസ്സമില്ല എന്ന്. മരിച്ചാൽ എന്ത് ചെയ്യാം, സ്വർഗത്തിൽ പോവാൻ എന്നർത്ഥം. അപ്പോൾ നിത്യമായിട്ട് 5 വക്ത് നിസ്കാര ശേഷമൊക്കെ എന്ത് ചെയ്യുക, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. നമ്മളൊക്കെ പാരായണം ചെയ്യുന്നവരായിരിക്കും. അതെന്ത് ചെയ്യുക, നിത്യമാക്കുക, അതൊന്നും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. അതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് ദുനിയാവിലെ ജീവിതത്തിൽ വലിയ സംരക്ഷണമുണ്ട്. പൈശാചികമായ, ജിന്നിയായ, ഇൻസിയായ എല്ലാ ഷർറിലും നമുക്ക് സംരക്ഷണ ആയത്തുൽ കുർസി ഉണ്ട്. നമുക്ക് സിഹറൊക്കെ ബാധിക്കാതിരിക്കാൻ ആയത്തുൽ കുർസി ഒരു സംരക്ഷണമാണ്. പതിവ് വെക്കുന്നവർക്ക് സിഹർ ബാധിക്കൂല, കണ്ണേറ് ബാധിക്കൂല, അതുപോലെയുള്ള മറ്റു പൈശാചികമായ ബുദ്ധിമുട്ടുകൾ, ഷർറുകൾ നമുക്ക് ഏൽക്കുകയില്ല. മറ്റു ഇൻസിയായ, ജിന്നിയായ പ്രയാസങ്ങളൊന്നും നമുക്ക് ഏൽക്കുകയില്ല. അതുകൊണ്ട് ആയത്തുൽ കുർസി നമുക്കൊരു സംരക്ഷണ കവചമാണ്, ഒരു പരിച പോലെ നമുക്കൊരു സംരക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് സഹിഹായ ഹദീസുകളിലൂടെ തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നിത്യമായിട്ട് പാരായണം ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പാരായണം ചെയ്യുക, അത് നമുക്ക് രാത്രി മുഴുവൻ സംരക്ഷണം ലഭിക്കും. പിശാച് നമ്മൾ അടുക്കലേക്ക് അടുക്കുകയില്ല. അതൊക്കെ ഹബീബാന്തങ്ങൾ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആയത്തുൽ കുർസി, അൽ ബഖറ സൂറത്തിലെ 255-ാമത്തെ ആയത്തായ ആയത്തുൽ കുർസി എന്ത് ചെയ്യുക, നിങ്ങൾ നിത്യമായിട്ട് പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ എല്ലാ ഷർറുകളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.